ഹലോ മുത്തുമണീസ് റൂമിൽ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഞാൻ ചന്ദനത്തിരി രാവിലെ തന്നെ കത്തിച്ച് വെച്ചതാട്ടാ. പിന്നെ ദേ ഇന്നലെ മേടിച്ച കട്ടിൽ ഇതായിരുന്നു. അപ്പോൾ ഇന്നലെ അത് കിടന്നത് കൈയോടെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ചെറിയ റൂമായതുകൊണ്ട് സൗകര്യം കുറവാണല്ലോ. അപ്പോൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മടക്കി ഇങ്ങനെ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഒരാൾക്കൊക്കെ സുഖമായിട്ട് ഇല കിടക്കുകയും ചെയ്യാം. അങ്ങനത്തെ 2300 രൂപ പറഞ്ഞു കേട്ടോ. ഞാൻ 2000 രൂപയാണ് കട്ടിലിന് കൊടുത്തത്. എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ സുഖം ഇങ്ങനത്തെ ഒരു കട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ പെരുമയുടെ വീട്ടിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ കട്ടിൽ കണ്ടത്. അപ്പോൾ ദാദിമയ്ക്ക് ഇന്ന് കാലത്ത് അബുക്കുട്ടന് പുട്ട് വാരി കൊടുക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ അബുക്കുട്ടൻ വാരി കൊടുക്കണതാണ്. അബു തന്നെയാണ് നെഗതൊക്കെ വെട്ടി കൊടുക്കുക ദാദിമയുടെ. പിന്നെ നമ്മുടെ മണിക്കുട്ടനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ വിശക്കണതാണ്. ഇപ്പോൾ കുക്കമ്പർ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടം ആൾക്കിങ്ങനെ സലാഡ് പോലെ കൊടുക്കണത് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ നീരും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കൊടുത്തതാണ്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് മേടിച്ച് കഴിക്കുന്നത്. ഉച്ചത്തെ ചോറിന് വേണ്ടിയിട്ട് സോറമ്മയ്ക്ക് സബിത കറിയൊക്കെ കൊണ്ടു കൊടുക്കുന്നതാണ്. പിന്നെ ഇന്നും ഷക്കീലത്ത് വന്നിട്ടുണ്ടായത് ആദ്യമയുടെ കൂടെ ഇരിക്കേണ്ട. ആദ്യമയ്ക്ക് വയ്യാന്ന് അറിഞ്ഞിട്ട് ഇന്നും ആൾ കൂടെ നിൽക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ സുട്ടുമോളും ഇന്നത്തെ ആദ്യമയുടെ വയ്യായി അറിഞ്ഞപ്പോൾ കാണാൻ വന്നതാണ്. ജോലി സ്ഥലത്തു നിന്ന് ആൾ വന്നതാണ്. അപ്പോൾ അങ്ങനെ ആൾ ചാലക്കുടിക്ക് പോകാൻ വേണം. അവർ ചാലക്കുടിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അത്തയുടെ കൂടെ സുട്ടുമോൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയി. അപ്പോൾ ഇന്നത് അനിയത്തിയുടെ വർഷത്തിന് ദിവസമായിരുന്നു. അപ്പോൾ പൊറോട്ടയും പത്തിരിയൊക്കെ മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ അവർ ചീർണി കഴിക്കുന്ന തിരക്കിലായിരുന്നു. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ.